വേറെ ഒന്നുമില്ല, ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റർമാർ, ഞാനിപ്പോൾ അലൻ ജോസ് പെരേരയുടെ മാനേജറാണല്ലോ, അപ്പോൾ എൻ്റെ അടുത്ത് കഥ പറയാമെന്നും പറഞ്ഞ് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് കഥ പറയാമെന്നും പറഞ്ഞ് ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റർമാർ വരുന്നുണ്ട്. ഞാനൊരു കാര്യം ഞാൻ പറയാം, ഞാൻ അലൻ ജോസ് പെരേരയുടെ മാനേജറാണെന്നും പറയും എൻ്റെ അടുത്ത് നിങ്ങൾ കഥ പറയണ്ട. നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ആരെ വെച്ചാണോ ആ കഥ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അലൻ ജോസ് പെരേരയാണെങ്കിൽ അലൻ ജോസ് പെരേരയോടാണ് കഥ പറയേണ്ടത്. അപ്പോൾ ഇപ്പോഴുള്ള സ്ക്രിപ്റ്റ് റൈറ്റർമാരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അലൻ ജോസ് പെരേരയോട് സംസാരിക്കാനുള്ള സൗകര്യം ഞാൻ ഒരുക്കി തരാം. അല്ലാണ്ട് നിങ്ങൾ ഉണ്ടല്ലേ പറയട്ടെ, നിങ്ങളുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളും മാനേജറായി എനിക്ക് കേൾക്കണ്ട. എനിക്കതാ പറയാനുള്ളത്. കാര്യം ഉണ്ണിയേട്ടൻ പെട്ട് ഇനി അതേപോലെ അലൻ ജോസ് പെരേര പെടണ്ട, അത്രേ എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. പറഞ്ഞു, ഇനി ഡയറക്ടർമാരും എന്തെങ്കിലും ഒരു പടത്തിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യുക, കഥ പറയണ്ട, പക്ഷെ കഥ പറയാണ്ട് തന്നെ വിളിക്കാല്ല, വർക്കിലേക്ക് വരണം അല്ലെങ്കിൽ പബ്ലാഷ്. പക്ഷെ പലരും മറ്റേ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നവര് ബിഗ് ബോസിലാണെങ്കിലും പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ. അതെ, ഞാൻ സത്യസന്ധനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ മാനേജറാണെന്നും പറഞ്ഞ് സ്ക്രിപ്റ്റ് റൈറ്റർ ആരും എൻ്റെ അടുത്ത് വന്ന് കഥ പറയണ്ട. നിങ്ങൾ കഥ പറയാൻ വന്ന എൻ്റെ അടുത്ത് വന്ന് പറയണമെങ്കിൽ ഞാൻ അത് അലൻ ജോസ് പെരേരയുടെ അടുത്ത് ഞാൻ നേരിട്ട് കണക്ട് ചെയ്യും. അല്ലാണ്ട് ഞാൻ മാനേജറാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കഥ പറയണ്ട, അത്ര എനിക്ക് പറയാനുള്ളത്. വേറൊരു കാര്യം, കഴിഞ്ഞ മാസത്തോളം ഒരുപാട് കല്യാണ പരിപാടികളുടെ വീഡിയോസ് വൈറലായി അലൻ ജോസ് പെരേരയുടെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും അത് പലർക്കും കൊണ്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. വേറൊരു വീഡിയോ കാണാനുണ്ടായില്ല. ആ ഒരു ഇതിനെ പറ്റി ഒന്ന് പറയാമോ? കല്യാണ പരിപാടികൾ മെയ് മാസം 23 ചെയ്തു. 23 പരിപാടി. പേയ്മെന്റ് 15,000 മുതൽ 30,000 വരെയാണ് ഒരു പ്രോഗ്രാമിന് നമ്മൾ മിനിമം മേടിക്കുന്നത്. അപ്പോൾ നമ്മള് സൂപ്പർ സ്റ്റാറുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മളത് കുറവാണ്. എങ്കിലും നമുക്കൊരു തുടക്കക്കാരൻ നിലയിൽ പണ്ട് പല പല സൂപ്പർ സ്റ്റാറുകൾക്ക് 500 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പല പല പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ ഇന്നവര് മേടിക്കുന്ന കോടികളാണ്. പക്ഷെ നമുക്കും കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് പറയുമ്പോൾ ഇപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം പറയുമ്പോൾ തന്നെ അവർ നോ എന്നാ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം കിട്ടുന്ന എമൗണ്ട് മേടിക്കാമെന്നല്ല മാത്രമേ പറ്റുള്ളൂ. അതെ. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇനി പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുക അല്ലേ? കാരണം ഇനിയിപ്പോ കയറാൻ പോണെന്നൊരു ഇത് കേട്ടായിരുന്നു, അപ്ഡേഷൻ വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പുറകിൽ ഒരുപാട് പേര് കളിക്കുന്നുണ്ട് അലൻ ജോസ് പെരേരനെ കയറ്റാതിരിക്കാൻ വേണ്ടി. പക്ഷെ എന്തെങ്കിലും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് വിളിക്കണമെങ്കിൽ വിഷ്ണു കൊച്ചിക്കാരനെ കോൺടാക്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ. കാരണം എന്നൊക്കെ ഒരുപാട് PR വർക്ക് ഒരുപാട് നടക്കൊണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് വരുന്നുണ്ട്. പിന്നെ ഈ TV പ്രോഗ്രാമിലേക്ക് പണ്ട് കുറച്ച് ചെയ്തിട്ടുണ്ട്, അമൃത TV മയൽമലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും TV പ്രോഗ്രാമിലേക്ക് ആർക്കെങ്കിലും TV ചാനലുകൾക്ക് വിളിക്കണം താല്പര്യമുണ്ടെങ്കിൽ വിഷ്ണു കൊച്ചിക്കാരനെയും പിന്നെ മാപ്സിക് മീഡിയ വഴിയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാരണം മിതമായിട്ടുള്ള ഒരു ഇതില് പേയ്മെന്റ് പറയണ്ട, എന്നാലും നിങ്ങൾ അവരോട് സംസാരിച്ചാൽ മതി. TV പ്രോഗ്രാമിൽ വരാനും നമുക്കും എനിക്കും ആർക്കും ആഗ്രഹമുണ്ട്. വിഷ്ണു കൊച്ചിക്കാരനും. അപ്പൊ ഞങ്ങള് 3 പേരും കലാകാരന്മാരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. പാട്ട്, മിമിക്രി വിളിച്ചാൽ പോകില്ലേ? അത് ഞാൻ പോകും. ഞാൻ പോയിരുന്നു വെച്ചതാണ് 10-30 പടങ്ങളിൽ നാടകത്തിലൊക്കെ അഭിനയിച്ചെടുത്താണ് ഞാൻ. എനിക്കിപ്പോ പറയാനുള്ളത് അലൻ ജോസ് പെരേരനായാലും ആറാട്ടനായാലും എന്നെയാലും ഇപ്പോൾ എന്നെയായിരിക്കും മിക്കവാറും മെസ്സേജ് അടക്കുന്നത് പല പ്രോഗ്രാംസിനും. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, TV പ്രോഗ്രാമോ അല്ലേ, സീരിയലോ സീരിയലോ പിന്നെ അലൻ ജോസ് പെരേര ഇപ്പോൾ ഗാനമേളക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. അത് ഈ 2K പിള്ളേർക്ക് ഒരു ഹരം തന്നെ ആയിരിക്കും ഗാനമേള. കാര്യം വേടനൊരു എന്താ പറയുക, ഒരു എതിരാളി എന്ന് തന്നെ പറയാം അല്ലേ. കാര്യം അലൻ ജോസ് പെരേര ഇറങ്ങിക്കഴിഞ്ഞാൽ വേടന് ചിലപ്പോൾ ഒരു എതിരാളി തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ചാർജ് ഉണ്ടാവില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ വേടന്റെ ഒരു എതിരാളിയല്ല, പുള്ളി വേടന്റെ കൂടെ പാടാൻ തയ്യാറാണ്. പുള്ളി പാടാൻ തയ്യാറാണ്. അതൊന്നും കുഴപ്പം, അങ്ങനെ പുള്ളിക്ക് ആരായിട്ടും ശത്രുതയൊന്നുമില്ല അല്ലേ. വ്യത്യസ്തം നിറഞ്ഞ പാട്ടായിരിക്കും. കാരണം നാദർശയ്ക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരം എന്നൊക്കെ പലരും കമന്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ട്. കാരണം ഇപ്പൊ നാദർശയ്ക്കൊക്കെ അധികം പാടുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ പാരഡി കേൾക്കുന്ന ആൾക്കാർക്ക് കൊതി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഒരുപാട് പുതിയ ട്രെൻഡിങ് സോങ് അറിയാം. അപ്പൊ അത് നമുക്ക് സ്റ്റേജുകളിൽ പെർഫോം ചെയ്യുന്ന ആഗ്രഹമുണ്ട്. താല്പര്യമുള്ളവർ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യുക. വിഷ്ണു അതെ, ഞാനും പാടുന്നതായിരിക്കും. അപ്പൊ ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം വെച്ചാൽ സീരിയല്, ഗാനമേള, കല്യാണ പരിപാടി, സിനിമ, ബർത്ത്ഡേ വിഷു എല്ലാം ബിഗ് ബോസ് വിഷ്ണു കൊച്ചിക്കാരൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് എടുക്കുക. നിങ്ങളുടെ അടുത്ത് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. ഇനി ഞാൻ ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാനേജറായ എൻ്റെ അടുത്തല്ല കഥ പറയേണ്ടത്, അലൻ ജോസ് പെരേരയുടെ അടുത്താണ്.
അതും കൂടി ഓർപ്പിച്ചുകൊണ്ട് ഇത് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ ടാറ്റ ബൈ ബൈ ബൈ.